നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. മുമ്പ് ഒ രാജഗോപാലിലൂടെ ബി.ജെ.പി. നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്താണ്. വി ശിവൻകുട്ടിയെ നിർത്തി CPM നേമമണ്ഡലം പിടിക്കുകയായിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും നേമത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമായിട്ടും നേമത്ത് മത്സരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിമുഖത കാണിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ടിക്കറ്റ് തേടുന്ന നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ RSSൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് നേമത്ത് മത്സരിക്കാൻ മടിക്കുന്നതായിട്ടാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ 60,000-ലധികം വോട്ടുകൾ നേടിയ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെയാകും CPM സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുക. 2016 BJP ആദ്യമായി വിജയിച്ച നിയമസഭാ സീറ്റാണ് നേമം. പ്രതിപക്ഷമായ UDF അവരുടെ ചെറിയ സഖ്യകക്ഷിക്കായിരുന്നു അന്ന് സീറ്റ് നൽകിയത്. BJPയുടെ അപ്രതീക്ഷിത വിജയത്തോടെ രാഷ്ട്രീയമായ ഹൈ വോൾട്ടേജ് മണ്ഡലമായി പിന്നീട് നേമം മാറി. അന്ന് CPMന്റെ വി ശിവൻകുട്ടിയാണ് BJPയിലെ ഒ രാജഗോപാൽ തോൽപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയും സ്ഥാനാർത്ഥിയാക്കി. CPMന്റെ വി ശിവൻകുട്ടി വിജയിച്ചു. അതേസമയം K മുരളീധരൻ നേടിയ 36,524 വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. സംഘപരിവാർ ഇത് വളരെ ഗൗരവമായി എടുക്കുകയും മുരളീധരനെ ലക്ഷ്യം വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായി കോൺഗ്രസ് വൃത്തങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ RSS നേതാക്കൾ ഈ ആരോപണം നിഷേധിക്കുകയാണ്. നേമത്ത് BJPയുടെ പരാജയത്തിലേക്ക് നയിച്ചത് UDF നേടിയ വോട്ടുകളാണെന്ന് അന്ന് പല സംഘപരിവാർ നേതാക്കളും ഞങ്ങളോട് സമ്മതിച്ചിരുന്നുവെന്ന് ഒരു KPCC ഭാരവാഹി പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആവശ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ലക്ഷ്യമിടുന്നത് അത്ര സുഖകരമായ കാര്യമല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രാദേശിക യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കാമെന്നാണ് സൂചന. അതേസമയം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന CPM ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ UDFും BJPയും തമ്മിൽ ഒത്തുകളിച്ചെന്ന ആരോപണം ഉയർത്തുമെന്നുറപ്പാണ്.